എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും നമ്മൾ കേൾക്കാറുള്ളത് ഭാരതീയ പൈതൃക ചിന്താധാരകൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് എങ്ങനെ സ്വീകാര്യമാകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നിങ്ങളിൽ ധാരാളം പേര് ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അതിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ടാവും. എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ക്ഷേത്രത്തിൽ, അതിനകത്തുള്ള ചെറിയ ശ്രീകോവിലിൽ ഒരു ചെറിയ വിഗ്രഹത്തെ ആധാരമാക്കിയിട്ടാണ്, കേന്ദ്രബിന്ദുവാക്കിയിട്ടാണ് ഈ ജനലക്ഷങ്ങൾ അതിൽ പങ്കെടുക്കേണ്ടത്. മതത്തിനും രാഷ്ട്രീയത്തിനും ഈസത്തിനും അതീതമായിട്ട് എല്ലാ മാധ്യമങ്ങളും ലൈവ് ടെലികാസ്റ്റ് കൊടുത്തു. പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവമായിരുന്നു അത്. ധാരാളം സിനിമാ നടിമാര് പൊങ്കാലയിടാൻ വേർത്ത് കുളിച്ച് അവിടെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഉണ്ടായിരുന്നതായിരുന്നു ആയിരക്കണക്കിന് ഫോറിനേഴ്സ്, പുറത്തുനിന്ന് വന്ന സ്ത്രീകൾ. അവർക്ക് ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിക്കാനേ സാധ്യമല്ല. അവരുടെ എല്ലാം ദൃഷ്ടിയില് സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീ സമത്വം എന്നെല്ലാം പറഞ്ഞാൽ പുരുഷൻ ചെയ്യുന്നത് മാതിരി എല്ലാം സ്ത്രീയും ചെയ്യണം, പുരുഷനുള്ള അത്രയും സാലറി, പുരുഷനുള്ള അത്രയും അധികാരം, പുരുഷനുള്ളതെല്ലാം സ്ത്രീക്ക് കിട്ടണം, ഭൗതികമായിട്ട് എല്ലാം ഒരേപോലെ ആയിരിക്കും. പക്ഷെ അതിനേക്കാൾ എത്രയോ അപ്പുറത്തുള്ള ഒരു വലിയ സന്ദേശമാണ് ആവശ്യം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് എന്നുള്ളത് വ്യക്തമാണ്. പുരുഷനെ പോലെ സ്ത്രീക്കും ആവാൻ സാധ്യമല്ല, സ്ത്രീയെ പോലെ പുരുഷനും ആവാൻ സാധ്യമല്ല. കുറേ കാര്യങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ഇന്നും ഇല്ല, പണ്ടും ഇല്ല. ധാരാളം സ്ത്രീകൾ IAS കാരും IFS കാരും IPS കാരും IRS കാരുമായിട്ടുണ്ട്. അതേപോലെ തന്നെ വിക്രമാദിത്യന്റെയും അശോകന്റെയും ഗുപ്ത സാമ്രാജ്യം, മൗര്യ സാമ്രാജ്യത്തിന്റെ എല്ലാം ഭരണ കേന്ദ്രങ്ങളിൽ സ്ത്രീകൾ സെക്രട്ടറിമാരായിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഒരാൾക്ക് സംശയമില്ല. 2 ഇതിഹാസങ്ങൾ രചിക്കപ്പെട്ടതും 3 സ്ത്രീകൾ കാരണമാണ് ഭാരതത്തില്. രാമായണം ഉണ്ടായത് മന്ദര, കൈകേയി, സീത, ഈ 3 സ്ത്രീകൾ കാരണമാണ്. മഹാഭാരതം ഉണ്ടായത് ഗാന്ധാരി, കുന്തി, പാഞ്ചാലി, 3 സ്ത്രീകൾ കാരണമാണ്. ഈ സ്ത്രീകളില്ലായിരുന്നെങ്കിൽ 2 ഇതിഹാസം ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ സ്ത്രീകളുടെ പ്രാധാന്യം ഈ നാട്ടില് അനാദികാലം മുതൽക്ക് ഉണ്ടായിരുന്നത് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ സ്മൃതികളും മറ്റ് ഗ്രന്ഥങ്ങളും തെറ്റായി വ്യാഖ്യാനിച്ച് ആ ദുഷ്പ്രചരണം നടത്തിയതിൻ്റെ ഒരു മറുപടിയാണ് യഥാർത്ഥത്തില് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ ഫോറിൻ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട്. മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞ് ഒരു സ്ത്രീ സർവാധിപത്യമോ സ്ത്രീ പുരുഷ ഐക്യമോ ഒന്നുമല്ല വേണ്ടതെന്നും ഇതേപോലെ സ്ത്രീകളുടെ മാനസികമായ കൂട്ടായ്മ അത് ആത്മീയ തലത്തിൽ ഉദയം ചെയ്തത് മറ്റെല്ലാ മണ്ഡലങ്ങളിലും വ്യാപിക്കുകയാണ് വേണ്ടതെന്നും ഡെൻമാർക്കിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഈ ആറ്റുകാൽ പൊങ്കാലയിൽ പൊങ്കാലയിടാൻ വന്ന സ്ത്രീകളുടെ അഭിപ്രായം കേട്ടപ്പോൾ സത്യത്തിൽ ഈ നാട് സഹസ്രാബ്ദങ്ങളായി ആചരിച്ചിരുന്ന അതേ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അത്യന്താധുനിക ലോകത്തിൽ നിന്ന് വന്നവർ പിന്തുണ നൽകുകയല്ലേ ചെയ്തത്. അവര് അനുശാസിക്കുന്ന ക്രിസ്തുമതത്തിലോ ഇസ്ലാം മതത്തിലോ ഇങ്ങനെ ഒരു ആചാരം ഇല്ല. അവരുടെ നാട്ടിലും ഇങ്ങനെ ഒരു ആചാരം ഇല്ല. ഇവിടെ ഈ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ ചുറ്റും തീ കത്തിക്കൊണ്ട് ഈ ചോറ് വേവിച്ച് പായസമാക്കി അങ്ങ് കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രത്തിലെ വെള്ളം തളിച്ച് ശുദ്ധമാക്കി ദേവിക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ കാണുന്ന ഐക്യവും ത്യാഗവും വേദനയും ദിവസങ്ങളോളം വ്രതം അനുഷ്ഠിച്ച് 100 കണക്കിന് കിലോമീറ്റർ ദൂരെ നിന്ന് വന്ന
എല്ലാവിധത്തിലും ഒരൊറ്റ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്നത് സമൂഹം മുഴുവനും സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു കർമ്മത്തിന് സ്ത്രീകൾ മുമ്പോട്ട് വരിക, ആത്മീയത ഇഴുകിച്ചേർക്കുക, സമൂഹ ജനത സപ്പോർട്ട് കൊടുക്കുക. ഓരോ സ്ഥലത്തു കൂടെയും സ്ത്രീകൾ പോകുമ്പോൾ അവരുടെ ദാഹം ശമിപ്പിക്കാനുള്ള വിധത്തില് സമൂഹത്തിലെ ചെറുപ്പക്കാര് അതിൽ ഇൻവോൾവ് ചെയ്യാം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ലോക ജനത കണ്ട് ആസ്വദിച്ച് അതിൻ്റെ മഹത്വം അവര് അറിയുന്നത്. ഇന്ന് നമുക്കതിൻ്റെ വ്യക്തമായ ബോധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് ആറ്റുകാൽ പൊങ്കാലയുടെ നല്ല രീതിയിലുള്ള വിജയത്തിന് ഏതാണ്ട് എല്ലാ മന്ത്രിമാരും, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും അത് സക്സസ്ഫുള്ളായിട്ട് വിജയകരമായി നടത്താനുള്ള ആ മഹായജ്ഞത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഇത് ഭാരതമെമ്പാടും നമ്മൾ വ്യാപിപ്പിച്ച് ഒരാൾ തമ്മിലുള്ള വ്യത്യാസവും ഇല്ലാതെ, ഏത് വിശ്വാസവും സങ്കല്പങ്ങളും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളതിന് നമ്മൾ നൽകുന്ന തെളിവ് വിദേശ വനിതകള് ഈ ചൂടില് തീ കത്തിച്ച് അവരുടെ ജീവിതത്തില് അവർ വിറകുപയോഗിച്ച് തീ കത്തിച്ചിട്ടുണ്ടാവില്ല. അവർ ഗ്യാസോ ഇലക്ട്രിക്കൽ ഓവനോ ഉപയോഗിച്ച് അല്ലെങ്കിൽ മൈക്രോവേവ് ഓവൻ ഉപയോഗിച്ച് പായസം ഉണ്ടാക്കുകയോ എന്തെങ്കിലും ഉണ്ടാക്കുകയോ ചെയ്യുന്നതിന് പകരം നമ്മളെ പോലെ നമ്മളിൽ ഒരാളായിട്ട് നമ്മളുടെ കൂടെ നിന്ന് ഈ ചിന്താധാരയെ അഭിനന്ദിച്ച് അതിൽ പങ്കെടുത്ത് അതിനെ അവരുടെ നാട്ടിലേക്ക് പകർത്താനായി ശ്രമിക്കുന്നത് ലോക ജനത ഭാരതീയ ചിന്താധാരകൾക്ക് നൽകുന്ന സ്വീകരണമാണെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.